ഹായ് ഹലോ. മലയാളത്തിൽ അടുത്ത് വരാൻ പോകുന്ന രണ്ട് സിനിമകളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ അർജുൻ അശോകൻ അഭിനയിച്ച് അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്യുന്ന തലവര. ഈ സിനിമ വന്നിട്ട് ഒരു റോം കോം ഒരു ഒരു കാറ്റഗറിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് വേറെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനീഷ് നാരായണനാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും എനിക്ക് ഒരു കാണാനായിട്ടുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നൊരു സിനിമ തന്നെയാണ്. പിന്നെ വന്നേക്കുന്ന പോസ്റ്ററുകളാണെങ്കിലും അതുപോലെ തന്നെ ട്രെയിലറുകളാണെങ്കിലും ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകളാണെങ്കിലും നല്ല രീതിയിൽ അവർ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ തരുന്നത്. കഴിഞ്ഞ ആഴ്ച എന്തോ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. അതിപ്പോൾ മാറിയിട്ട് ഈ മാസം 22-ാം തീയതിയാണ് പടം ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പം എനിക്ക് പ്രതീക്ഷ തോന്നുന്നതും എനിക്ക് കാണാനായിട്ട് അടുത്ത് തോന്നുന്നതും തലവരെയാണ് എനിക്കിപ്പോൾ മലയാളത്തിൽ അടുത്ത് നിൽക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് കാണാനായിട്ട് റിലേറ്റായി നിൽക്കുന്നത്. ഫസ്റ്റ് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നുന്നൊരു മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളങ്കാവ് എന്ന് പറഞ്ഞ സിനിമയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടിയും നമ്മുടെ വിനായകൻ ചേട്ടനും കൂടെ അഭിനയിച്ച് വരുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയാണ് വില്ലൻ ഒരു ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിനായകൻ ചേട്ടനാണ് അതിൻ്റെ ഒരു ലീഡിങ് ക്യാരക്ടറിലേക്കുള്ളതായിട്ടും ഉള്ള രീതിയിലുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആവാനായിട്ട് ചാൻസ് ഉള്ളൊരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജിതിൻ കെ ജോസാണ്. ജിതിൻ കെ ജോസ് ഇതിനു മുമ്പേ നമ്മുടെ കുറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ റൈറ്ററും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ അതും എന്തായാലും നല്ല രീതിയിൽ വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതും എനിക്ക് ഏറെ നല്ല പ്രതീക്ഷ തോന്നുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ നിലവിൽ എനിക്ക് പ്രതീക്ഷ നൽകുന്നതും അതോടൊപ്പം തന്നെ എനിക്ക് കാണാനായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ടായി എന്ന് എനിക്ക് തോന്നുന്ന സിനിമകളാണ്. വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്ന സിനിമകളാണ് കേട്ടോ. പിന്നെ വേറൊരു സിനിമ കൂടെ ഉണ്ട് നിലവിൽ, ലോക എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ലോക നമ്മുടെ നസ്ലിൻ അതുപോലെ തന്നെ നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ഒരു ഇതിൽ നമ്മുടെ വേഫർ ഫിലിംസ് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്നൊരു പടമാണ്. അത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സൂപ്പർമൺ ഒരു ക്യാരക്ടറിലാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ടീസറും നല്ല രീതിയിൽ തന്നെ അവർ വർക്കൗട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ആണ് ഇപ്പം നിലവിൽ എല്ലാവരുടെ ഉള്ളിലേക്ക് നിൽക്കുന്ന ഒരു സിനിമകളെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതീക്ഷ നൽകുന്നത് അത്യാവശ്യം ഈ ഫ്രഷായിട്ട് ഫീലാവുന്ന ഈ മൂന്ന് സിനിമകളാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. മൂന്ന് ജോണറാണെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം അതും നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയാണെങ്കിൽ മലയാളത്തിൽ അടുത്ത് വരുന്നൊരു മൂന്നും ഒരു പരീക്ഷണ സിനിമകളാണ് ശരിക്കും. അപ്പോൾ എന്തായാലും ഇത് മൂന്നുമാണ് ഇപ്പോൾ നിലവിൽ മലയാളത്തിൽ നിന്ന് വരുന്ന ഏറെ പ്രതീക്ഷ നൽകുന്ന സിനിമകളെന്ന് പറയാം. അപ്പോൾ ഈ മാസം 22-ാം തീയതിയാണ് നമ്മുടെ തലവര റിലീസാവുന്നത്. അപ്പം എന്തായാലും 22-ാം തീയതി കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ആ സിനിമ കാണും. അതിൻ്റെ അപ്ഡേഷൻ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ടായിരിക്കും. പിന്നെ കളങ്കാവും ഉടനെ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രതീക്ഷ ഡേറ്റ് എനിക്ക് അറിയില്ല. അതേപോലെ തന്നെ ലോക്കയും അവർ ഏകദേശം ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഈ പടങ്ങളാണ് നിലവിൽ മലയാളത്തിൽ നിന്ന് ഏറെ പ്രതീക്ഷ നൽകുന്ന സിനിമകൾ. അപ്പോൾ ഇത് മൂന്നും കാണണമെന്നാണ് ഉള്ളത്. അപ്പോൾ ഇത് മൂന്നും കണ്ടിട്ട് ഞാൻ അതിൻ്റെ അപ്ഡേഷൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.